ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. CMRL എക്സലോജിക് സാമ്പത്തിക ഇടപാട് കേസ് വീണ ടിയെ ചോദ്യം ചെയ്യുവാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ED. CMRL എക്സലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യുവാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ED. CMRLിൽ നിന്നും ലഭിച്ച 2.78 കോടി വിനിയോഗിച്ചത് എങ്ങനെയെന്ന് വ്യക്തത വരുത്തും. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടുവാനും നീക്കമുണ്ട്. ശശിധരൻ കാർത്തയുടെ കമ്പനിയായ EICPൽ നിന്നും ലക്ഷങ്ങൾ വായ്പ ലഭിച്ച സാഹചര്യവും തിരിച്ചടവും വീണയ്ക്ക് വിശദീകരിക്കേണ്ടി വരും. കുറ്റപത്രത്തിനൊപ്പമുള്ള 134 രേഖകൾ വേഗത്തിൽ വേണമെന്നും SFIയോട് ED ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി അമേരിക്ക തിരിച്ചടിച്ചുവെന്ന് ഇറാൻ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി അമേരിക്ക. US ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. കാപ്പ കേസ് പ്രതിയായ BJP കൌൺസിലർ R. സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പോലീസ് ആക്രമിച്ചുവെന്ന് കുടുംബം. കാപ്പ കേസ് പ്രതിയായ BJP കൌൺസിലർ R. സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം സുഗതനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര മാനദണ്ഡങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ മാനദണ്ഡങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിലാണെന്നാണ് വിവരം. മറ്റ് ബസ്സുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്നതിൽ തീരുമാനം ലാഭനഷ്ട കണക്കുകൾ പഠിച്ച ശേഷമായിരിക്കും. ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയേക്കും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. ജൂലൈ 31 വരെ നീളും. സംസ്ഥാനത്ത് ഇന്ന് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. കേരള തീരത്ത് കരയിൽ നിന്നും കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ ദൂരം മത്സ്യബന്ധനം പാടില്ല. 52 ദിവസങ്ങളിലായി നടപ്പിലാക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 വരെ നീളും. പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങളെ നിയന്ത്രണം ബാധിക്കില്ല. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. 4399 ദിവസങ്ങൾ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന നേതാവെന്ന റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുതിയ നാഴികക്കല്ല് പിന്നിടും. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന നേതാവെന്ന റെക്കോർഡ് ഇനി മോദിക്ക് സ്വന്തം. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് മോദി മറികടക്കുക. സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ ശക്തി കുറയുന്നു. ഇന്ന് റെഡ് ഓറഞ്ച് അലർട്ടുകൾ ഇല്ല. സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ ശക്തി കുറയുന്നു. ഇന്ന് റെഡ് ഓറഞ്ച് അലർട്ടുകൾ ഇല്ല. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനം പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.